ഒരു കുഞ്ഞ് സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മളിന്ന് കാണാൻ പോണേ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ലേ ഉള്ളൂ. വേഗം റെഡിയാവോ? സാധാരണ സൺഡേ റിലാക്സ്ഡ് ആയിട്ടാണ് ഉണ്ടാവാറ്. പക്ഷേ ഈ ഒരു ദിവസം ഹസ്ബൻഡ് സ്ഥലത്തില്ല. അപ്പം അതുകൊണ്ട് ഫുള്ള് ഞാൻ തന്നെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 ചപ്പാത്തി മതിയാ? നിത്തുവിന് ഒരു 8 മണിക്ക് നമ്മൾ ട്യൂഷന് കൊണ്ടാക്കും കേട്ടോ. ഫുൾ ഡേ അവൾക്ക് ക്ലാസ് ഉണ്ടാവും. അങ്ങനെ ഞാൻ പോയി തിരിച്ചു വന്നു. പോയി വന്നിട്ട് ഞാനൊരു 10-15 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് നെക്സ്റ്റ് നമ്മളുടെ ജോലി കിത്തുവിനെ വിളിച്ചെണീപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കിത്തുവിന് ഹിന്ദി ട്യൂഷനുണ്ട്. അപ്പോൾ അവളെയും റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിരിക്കണ ആ സമയത്ത് നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ അവൾക്ക് സമയം കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എണീറ്റ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അവൾ തന്നെ എണീറ്റ് വരും. എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ കുളിച്ച് റെഡിയായി. അവൾക്ക് 10 മണിക്കാണ് ക്ലാസ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് സാവകാശം കിട്ടും. സാധാരണ ഈ ഒരു കൊണ്ടാക്കൽ പാർട്ട് ഫുള്ള് ഹസ്ബൻഡാണ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് കുക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കിയാൽ മതിയാവും. ഇന്നാണെങ്കിൽ എനിക്ക് ഡബിൾ ജോബ് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അതിനിടയ്ക്ക് ആമസോണിൻ്റെ ഒരു പാഴ്സൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ സമയമില്ലാത്തതുകൊണ്ട് അത് പൊട്ടിച്ചു പോലും നോക്കിയില്ല. ശരിക്ക് ബാൽക്കണിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു. ഇറങ്ങോ. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഒരു മോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിരുന്നിട്ട് ഒരു 2-3 ദിവസമായി. ഞാൻ ഇതുവരെ ഓപ്പൺ പോലും ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോഴല്ലേ ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. മോപ്പ് ജസ്റ്റ് ഓപ്പൺ ആക്കിയുള്ളൂ. ഞാൻ തുടയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഊഹിക്കാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീട്ടിലെ പണി എന്ന് പറയുന്നത് ഈ ഒരു പണിയാണ്.
ഇടയിൽ നമ്മുടെ തുണിയൊക്കെ കഴുകൽ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തുണി മുകളിൽ കൊണ്ടിടാന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടുവച്ചു. മറ്റേ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ കിത്തൂനെ കുറേ നേരത്തേക്ക് ഒന്നിനും കിട്ടില്ല. കാരണം ഞാൻ പഠിച്ചിട്ടാണ് വരണേ, അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ വന്ന് കയറുക. അപ്പം ഞങ്ങൾക്ക് മാത്രമല്ലേ ലഞ്ച് ആവശ്യമുള്ളൂ. സോ ഞാൻ ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കി, ചോറുണ്ടാക്കി. Thin noodle shapes. It's the perfect dessert for the heat because it's served cold, making it super refreshing. Would you try it? You're allowed to steal in Japan, and even though stealing gets you arrested everywhere else, in Japan there's a store where shoplifting is legal. You will simply get stuck between these sharp spikes. The twist comes next. In a chocolate museum in Welcome to McDonald's. What can we get for you today? I'll just get a cheeseburger, please. No pickles. Not bad. Alright, so we have a cheeseburger with extra pickles, and you can just put... No, man, that's pickles on the side of burger. I'm sorry. There must have been some kind of mistake. Yo, Gary. Yeah. This supposed to have no pickles. Oh, okay. Yeah, you got it, right? No pickles? Perfect. Alright, just double check it. Sorry about that. This is ridiculous, man. Seconds, I'll buy you. You ready? 7, 6. സാധാരണ ഞായറാഴ്ചകളിൽ ഞങ്ങൾ നല്ല ലേറ്റ് ആവാറുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഇന്ന് കുറച്ച് നേരത്തെയാണ്, ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ സാമ്പാറും കിത്തൂന് തൈര് മാത്രം മതി ഭക്ഷണം കഴിക്കാൻ. സോ ഉപ്പേരിയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല, തൈര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വന്ന ഉടനെ കുറേ ടി വി കണ്ടുല്ലോ. അപ്പോൾ അതും പറഞ്ഞിട്ട് ഞാൻ ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് ഹോംവർക്കും ക്ലാസ് വർക്ക് നോട്ട്സ് എഴുതുന്നതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് കിത്തൂനെ അവിടെ തന്നെ പിടിച്ചിരുത്തി. ഇടയിൽ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ള കുറച്ച് ജോലികളുണ്ടായിരുന്നു കിത്തൂന്. അപ്പം അതൊക്കെ അവൾ ചെയ്യായിരുന്നു. അക്വേറിയത്തിലെ വെള്ളം ഒന്ന് നിറയ്ക്കണം, കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീനുകൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ കിത്തൂനെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള യൂട്യൂബ് അല്ലെങ്കിൽ ടി വി അങ്ങനെ കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വീട്ടിലിപ്പോൾ കേബിൾ കണക്ഷനൊന്നുമില്ല, ഓൺലി യൂട്യൂബോ അല്ലെങ്കിൽ പ്രൈം വീഡിയോ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം ഞാനത് എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ കിത്തു അതിനനുസരിച്ചിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ട് ഒന്നും വിടാതെ കാണുന്നത് പേളി മണിയുടെ യൂട്യൂബ് ചാനലാട്ടോ. ഇപ്രാവശ്യം സ്കൂൾ തുറന്നതിന് ശേഷം 2 പേർക്കും സാറ്റർഡേ സൺഡേ ഒരു സമയവും ഒന്നിനും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും കറങ്ങാൻ പോവാറേ ഇല്ല. വളരെ ലിമിറ്റഡ് ആണ് ഈ ഒരു വർഷം, 10th ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്കൊരു മടുപ്പ് തോന്നരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു വീക്കെൻഡ് ചുമ്മാ ഒന്ന് ഫീനിക്സ് മോളിലോ ഒക്കെ കറങ്ങിയിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാന് മഴ കാരണം ഓൾമോസ്റ്റ് ക്യാൻസലാക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ കുറച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും മഴയൊക്കെ നന്നായിട്ട് മാറി. അപ്പം അങ്ങനെ ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് പ്ലാൻ കണ്ടിന്യൂ ചെയ്തു. $550
വന്നാ ഇപ്പോൾ റാപ്പിഡ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ കൂടുതൽ. ഓല യൂബറൊന്നും ഞാൻ ഇപ്പോൾ യൂസേ ചെയ്യാറില്ല. റാപ്പിഡോ എനിക്ക് ഇതുവരെ ഞാൻ യൂസ് ചെയ്തതിൽ ദി ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നണേ. അവിടെ നിൽക്കുക, ഫോട്ടോ എടുക്കട്ടെ. നമ്മള് വീഡിയോ കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കും നമ്മൾ യൂട്യൂബിൽ. സമയം ഭയങ്കര ലിമിറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾ മിനിസോയിൽ മാത്രമേ അവിടെ കയറിയുള്ളൂ. ചുമ്മാ ഒന്ന് കറങ്ങി അവിടുന്ന് നേരെ ഐബാക്കോ പോകണമെന്ന് ഇവർക്ക് ഭയങ്കര നിർബന്ധം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ഐബാക്കോ വേളച്ചേരിയിലേക്ക് പോയി. ക്യാമറകളുടെ അവസ്ഥ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ നിന്നാൽ മാത്രം പിന്നെയും കുഴപ്പമില്ല. അടുത്തു നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഐബാക്കോയിൽ ഇപ്പോൾ ഷുഗർ ഫ്രീ ഐസ്ക്രീം അവൈലബിൾ ആട്ടോ. വാനില മാത്രമേ ഉള്ളൂ ഫ്ലേവർ. പക്ഷെ ഞങ്ങളത് കഴിച്ച് ഞാൻ മടുത്തു. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ബ്ലൂബെറി ചീസ് കേക്കാണ് ട്രൈ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ വീണ്ടും റാപ്പിഡോ ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നടന്നു കേട്ടോ. വിചാരിച്ച പോലെ ലേറ്റും ആയില്ല. കറക്റ്റ് ഒരു 7 മണിയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിലും എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വേഗം കാണാം.